എനിക്ക് അച്ഛൻ പറഞ്ഞുള്ള അറിവാണുള്ളത്. അതിൻ്റെ കറക്റ്റ് ടൈം പീരീഡ് പറയുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. കാരണം 2010 അച്ഛൻ ആദ്യമായിട്ട് ഈ വിഷയങ്ങൾ പുറത്ത് പറയുന്നത്. അതായത് സിനിമയിൽ ഗുണ്ടായിസം ഉണ്ടെന്നും ഈ സംഘടനയുടെ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്ത് ഇവരുടെ എല്ലാവരുടെയും ഗുണ്ടകൾ പുറത്ത് വെയിറ്റിംഗ് ആണ്. ഈ നടന്മാരും നടിമാരും ഇത്ര പേരെ ഉള്ളെങ്കിലും പുറത്ത് ഏകദേശം 62 ഗുണ്ടകളോളം ഇവരുടെ ആൾക്കാർ പുറത്ത് സജ്ജമാണ് ഏത് നിമിഷവും നേരിടാൻ. അങ്ങനെയൊക്കെ ഒരു മീറ്റിംഗ് നടത്തേണ്ട കാര്യം എന്താണ്? അപ്പോൾ ഇതൊരു മാഫിയയായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് അച്ഛൻ അന്ന് പറഞ്ഞു. പിന്നെ ഈ പറഞ്ഞ അസോസിയേഷൻ രൂപീകരിച്ചിരിക്കുന്നത് ജനങ്ങൾ, ഈ സൊസൈറ്റി, അതിലുള്ള ആൾക്കാരുടെ വെൽഫെയറിന് വേണ്ടിയല്ല, അവരുടെ കടക്കിൽ കത്തി വയ്ക്കാനാണെന്ന് അച്ഛൻ പറഞ്ഞു. പിന്നെ തൊഴിൽ നിഷേധത്തെക്കുറിച്ച് പറഞ്ഞു. അന്ന് ഇവരാരും അത് ഒരു മുഖവിലേക്ക് എടുത്തില്ല. അന്ന് ഒരുപക്ഷെ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ജനങ്ങൾക്ക് അതിൻ്റെ വ്യക്തമായ വിവരവും അറിയില്ല. അപ്പോൾ സംഘടനയ്ക്കകത്തെ ബൈലോ പ്രകാരം അതിനകത്ത് പറയേണ്ട കാര്യം പുറത്ത് പറഞ്ഞു. അതാണ് ചെയ്ത കുറ്റം. അപ്പോൾ അതിനകത്ത് നടന്ന കുറ്റങ്ങളൊക്കെ ഇവർ എന്താ പറയുക, അതിൽ നേരെ ഇവർ കണ്ണടക്കിയാണ്. എന്നിട്ട് ഇത് പുറത്ത് പറഞ്ഞ വിസിൽ ബ്ലോവർ എന്ന് പറയില്ലേ നമ്മൾ, ആ വിസിൽ ബ്ലോവറെ പിടിച്ച് ജയിലിലിട്ടു. ആ അവസ്ഥയല്ലേ ഈ നടന്നത്. സോണിയ ഒരു കാര്യം ചോദിച്ചു, അതായത് സോണിയ പറഞ്ഞതുപോലെ തന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട് എത്തുന്ന, അതായത് പെൺകുട്ടികൾ സിനിമയിലേക്ക് എത്തുകയാണെങ്കിൽ, ഏതെങ്കിലും തലത്തിൽ സിനിമയിലെ ഭാഗത്തേക്ക് എത്തുകയാണെങ്കിൽ അവർ ആ കാലഘട്ടത്ത് അവർ കൂടെ കിടക്കാൻ തയ്യാറാണ് എന്ന തരത്തിലാണ്, അങ്ങനെയാണ് അവരെ വിശേഷിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അടയാളപ്പെടുത്തുകയാണ് സിനിമയിലേക്ക് അവരെത്തുമോ എന്നുള്ള കാര്യം ഈ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ സോണി നോക്കൂ, സോണി സിനിമയ്ക്കുമായിട്ട് ഒരു ബന്ധവുമില്ല, തിലകന്റെ മകൾ എന്നുള്ളത് മാത്രമാണ്. അവിടെ അച്ഛൻ മരിച്ചതിന് ശേഷമാണ് സോണിക്ക് ഈ ദുരനുഭവം സിനിമാ മേഖലയിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യുന്നത്. അപ്പോൾ ഭയം ഉണ്ടായിട്ടുണ്ടോ ആ ഒരു കാലഘട്ടത്തിലെങ്കിലും ഈ സിനിമാക്കാരോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇവരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ? അന്ന് ഒരുപക്ഷെ സോണി അവിടെ നിന്നും രക്ഷപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, എനിക്കവരെ ഭയം ഉണ്ടാവേണ്ട കാര്യമില്ല. അതിൻ്റെ കാരണം ഞാൻ ഇവരെ ചെറുപ്പം മുതലേ കാണുന്നവരാണ്. ഇവരെല്ലാവരും എന്നെ മോളെ എന്നാണ് വിളിച്ചിട്ടുള്ളൂ. കാരണം ആ പ്രായം മുതൽ കാണുന്നതാണ് ഇവരെയൊക്കെ. നമ്മുടെ വീട്ടിലെ ഒരു അംഗങ്ങളെ പോലെയാണ്. ഇവരുടെ എല്ലാവരുടെയും പേഴ്സണൽ കാര്യങ്ങളും പേഴ്സണൽ തമാശകളും എല്ലാം അച്ഛൻ വന്ന് വീട്ടിലിരുന്ന് ഞങ്ങളോട് ഡിസ്കസ് ചെയ്ത് ഞങ്ങൾ ചിരിച്ച്, അപ്പോൾ അവരെക്കുറിച്ചൊരു എന്താ പറയുക, നമ്മുടെ ബ്രദർലി ഒരു അഫെക്ഷനാണ് നമുക്ക് അവരോടൊക്കെ. പക്ഷെ പിന്നീട് ഈ ഉണ്ടായ ഇഷ്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ എന്താ പറയുക, വളരെ ഒരു ടേബിളിൽ ഇരുന്ന് സംസാരിച്ച് തീർക്കാവുന്ന ഇഷ്യൂസ് ആയിരുന്നു. പക്ഷേ ഇവരുടെ ഈഗോ, രണ്ട് സൈഡിലും ഈഗോ ഉണ്ട്. അത് കാരണം ഇതിങ്ങനെ വാസ്റ്റായി വന്നു ആ സമയത്ത്. പക്ഷേ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ്. അത് അച്ഛൻ പുറത്ത് പോയി പറഞ്ഞു, ഇവരോട് പറഞ്ഞത് സെറ്റിൽ ചെയ്തില്ല എന്നുള്ളതല്ലേ അതിലെ കുറ്റം. അപ്പം അങ്ങനെയാണോ ഇങ്ങനത്തെ ഇഷ്യൂസ് പരിഹരിക്കേണ്ടത്? അതിനാണോ ഈ സംഘടന? പുറത്താക്കാനും ഇതുപോലെ പീഡകർക്ക് കൂട്ടുനിൽക്കാനുമാണോ ഈ സംഘടന? സത്യം പറഞ്ഞ ഈ സംഘടന പിരിച്ചുവിടുകയാണ് വേണ്ടത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് സർക്കാർ ഇത് രൂപീകരിക്കുക വേണ്ടത്. കാരണം മറ്റുള്ള തൊഴിൽ മേഖല പോലെയല്ല സിനിമ. ഇവിടെ ഇങ്ങനെ ഒരു സംഘടന രൂപീകരിച്ച് വെച്ചാൽ കഴിവുള്ളവർക്ക് മുമ്പോട്ട് വരാൻ പറ്റില്ല. അവർക്ക് പലതും നഷ്ടപ്പെടുത്തേണ്ടി വരും. ഒരു സ്വതന്ത്രമായ ഒരു ആവിഷ്കാരം ഉണ്ടാവുന്നില്ല ഇപ്പോൾ മലയാള സിനിമയിൽ. എല്ലാം ഇങ്ങനെ ഓരോരുത്തരുടെ ഈ പവർ കമ്മിറ്റിയുടെ അണ്ടറിൽ വരുന്ന ആൾക്കാർ, അവനെ വിളിക്കേണ്ട, അവനെ വിട്ടേര്, ഒരു നല്ല ഷർട്ട് ഇട്ടിട്ട് വന്നാൽ പോലും അഭിനയിക്കാതെ പുറത്താക്കിയിട്ടുള്ള കഥകൾ അച്ഛൻ പറഞ്ഞിട്ട് എനിക്കറിയാം. സോണിയ ഇപ്പൊ പറഞ്ഞു ഉണ്ടായിരുന്ന ആളുകളായിരുന്നു. ഈ സഹോദര സ്നേഹം ഉണ്ടായിരുന്ന, ഒരു പക്ഷേ സോണിക്ക് അങ്ങോട്ട് ചേട്ടാ ജ്യേഷ്ഠനെ പോലെ കാണാനാകുന്ന, ഇങ്ങോട്ട് മോളെ എന്ന് വിളിക്കാൻ അടുപ്പം ഉണ്ടായിരുന്ന ആളാണ് പിന്നീട് മോശം അനുഭവത്തിൽ, ദുരനുഭവത്തിൽ അയാളിൽ നിന്ന് സോണിക്ക് നേരിടേണ്ടി വന്നതെന്ന് പറഞ്ഞു. അതായത് ആദ്യം ഒരു ഫോൺ കോളിലായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും കുറ്റബോധം ഉണ്ട് അത് കാര്യങ്ങൾ പറയാനായിട്ട്. പിന്നീട് എത്ര സമയം കൊണ്ടാണ് ഇയാൾ ഈ ഒരു മോശം രീതിയിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു വഴിവിട്ട ചിന്താഗതിയിലേക്ക് ഇയാൾ കടക്കുകയും ആ തരത്തിൽ സമീപിക്കുകയും ചെയ്തത്? അത് പറയുന്നതിലാണ് ഏറ്റവും അതായത് വളരെ ഷോർട്ട് പീരീഡ്, അതായത് 1-2 തവണ ഫോൺ വിളിച്ച ശേഷം ഇത് നേരിട്ട് കാണണം, ഇത് പറയണം മോളെ എന്ന് തന്നെ റെസ്പെക്റ്റോടു കൂടി തന്നെയാണ് സംസാരിച്ചത്. പക്ഷേ പിന്നീടുള്ള മെസ്സേജുകൾ അതിൽ നിന്ന് വ്യക്തമാകുന്നത് ഉദ്ദേശം വേറെയാണ് എന്നുള്ളതാണ്. പിന്നീട് എങ്ങനെയാണ് സോണി അതിനെ പ്രതിരോധിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്തത്? എങ്ങനെയാണ്? എന്നോട് ഫോണിലൂടെ തന്നെ പുള്ളി അത് സംസാരിച്ചു. ഇതുപോലെ അച്ഛനോട് അത് അങ്ങനെ പറയേണ്ടി വന്നതിൽ എനിക്ക് വിഷമമുണ്ട്, മോൾ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛൻ മരിച്ചുപോയി, നമ്മളിനി അത് സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ, അത് ആ സമയത്ത് അത് മനസ്സിലാക്കണമായിരുന്നു. ഇനിയിപ്പം നമ്മളത് സംസാരിച്ചിട്ട് എന്താണ് കാര്യം എന്ന് ചോദിച്ചു. കാരണം എനിക്ക് ആ മാപ്പ് സ്വീകരിക്കാനുള്ള ഒരു ഫീലിങ്ങിലല്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങ് പറഞ്ഞു. അതിനുശേഷമായിരിക്കുമല്ലോ മറ്റൊരു അർത്ഥത്തിലേക്ക് സമീപിക്കാൻ തുടങ്ങുകയും ആ തരത്തിൽ അവർ ആ ചർച്ചയെ, ആ കോൺവെർസേഷൻ, ആ സംഭാഷണത്തെ ആ തലത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. അത് ഏത് പോയിന്റിൽ വെച്ചാണ് സോണിയ തിരിച്ചറിയുകയും അതിനെ അവിടെ വെച്ച് തടയുകയും ചെയ്യുകയും ചെയ്തത്?
അതാ ഞാൻ നേരത്തെ പറഞ്ഞേ, അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. ഞാനിപ്പോൾ ഇതിനകത്ത് ഇരകൾ അനുഭവിച്ച അതേ ടെൻഷൻ ഇതുമായി ബന്ധമില്ലാഞ്ഞിട്ട് പോലും, ഇത്ര ഒരു സുഹൃത്തിൻ്റെ മകളായിട്ട് പോലും എനിക്കും അങ്ങനെ ഒരു വിളി വന്നു എന്നുള്ളത് വ്യക്തമാക്കാൻ വേണ്ടി മാത്രമാണ് ഞാനത് പറഞ്ഞത്. കാരണം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയേണ്ട ഒരവസ്ഥയല്ല ഇപ്പോൾ.